ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഫുഡീസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് നമുക്കൊരു അടിപൊളി ചപ്പാത്തിക്ക് പറ്റിയ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ റെസിപ്പിയാണ് ആലു മട്ടർ കുർമ. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഈസിയാണ്, അതേപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അതിനാവശ്യമായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്, പിന്നെ വേണ്ടത് ഉള്ളി, പിന്നെ ടൊമാറ്റോ വേണം, പിന്നെ വേണ്ടത് ഫ്രഷ് ആയിട്ടുള്ള മട്ടറാണ്. ഈ വിൻ്റർ സീസണിലൊക്കെ നമുക്ക് ധാരാളമായിട്ട് കിട്ടും ഈ ഫ്രഷ് ആയിട്ടുള്ള മട്ടർ. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇവിടെ ഉള്ളി ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ പൊടി പൊടിയായിട്ട് മുറിച്ച് മാറ്റണം. കഴിഞ്ഞ് നമുക്ക് പൊട്ടാറ്റോ മുറിച്ച് മാറ്റാം. പൊട്ടാറ്റോ മുറിച്ചത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വേണം അതിലേക്ക് ഇടാം, അല്ലെങ്കിൽ കളർ ചേഞ്ച് ആകും. കുറച്ച് വലിയ പീസായിട്ട് ഇതിങ്ങനെ മുറിച്ചെടുക്കാം. ഇനി അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയോ എണ്ണയോ, ഞാനിവിടെ എണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ജീരകമാണ്. പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയുടെ പീസ് ഇങ്ങനെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക, ഗ്രേറ്റ് ചെയ്തിട്ട്. ഇനി നമുക്ക് മുറിച്ച് വച്ചിരിക്കുന്ന ഉള്ളി കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ. നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. ടൊമാറ്റോ പ്യൂരി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല കൂടി നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണ്. പിന്നെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. നിങ്ങൾക്ക് എത്രയാണോ എരിവ് അതിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് ഉപ്പാണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ഒരു മിനിറ്റോളം ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്ക് മിക്സിയുടെ ജാറ് കഴുകി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത്, വെള്ളം ഇത്തിരി കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചു കൊടുക്കാം. കൂടിപ്പോയാലും കുഴപ്പമില്ല, പിന്നീട് അത് കുറുകിക്കൊള്ളും ചാറ്. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഈ മട്ടർ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു 3 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഇവിടെ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മൂടി മാറ്റിയതിന് ശേഷം 1/2 ടീസ്പൂണ്
മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് സിമ്മിൽ വെച്ചിട്ട് ഒരു 7-8 മിനിറ്റോളം നമുക്ക് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഏകദേശം 7 മിനിറ്റോളം ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറിയിൽ വെള്ളമെല്ലാം വറ്റിയിട്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉരുളക്കിഴങ്ങ് വെന്താന്ന് നോക്കാം. അങ്ങനെ ഇവിടെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം കറി റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കസൂരി മേത്തി ഇങ്ങനെ പൊടിച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഈ കസൂരി മേത്തി എന്ന് പറയുന്നത് ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് ലാസ്റ്റ് 2-3 പച്ചമുളക് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില കൂടി തൂക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ലൈക്ക് കൂടി അടിക്കണം. തുടർന്നുള്ള വീഡിയോയ്ക്കെല്ലാം സപ്പോർട്ട് വേണം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.